ഹായ് ഹലോ. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവൊക്കെ അല്ലേ? അതിന് പറ്റിയ ഒരു ഓയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വായോ. ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾ, 2 ബീറ്റ്റൂട്ട്, 1 ക്യാരറ്റ്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഈ മഞ്ഞളും ബീറ്റ്റൂട്ടും ക്യാരറ്റും. അതിനുശേഷം നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ മില്ലിൽ നിന്ന് മേടിച്ച കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നല്ല പ്യുവർ വെളിച്ചെണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നമ്മളുടെ ആവശ്യാനുസരണം ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കിത് എപ്പോഴും ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഞാൻ 1 ലിറ്ററിൽ ഉണ്ടാക്കി തീർക്കുന്നത്. ഇത് നന്നായി അരിഞ്ഞ ശേഷം നല്ല കട്ടിയുള്ള പാത്രത്തിലെടുക്കണം കേട്ടോ. കട്ടി കുറവുള്ള പാത്രത്തിലെടുത്താൽ ഇത് വേഗം കരിഞ്ഞു പിടിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല അലുമിനിയം ചെരുവത്തിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിലോ എടുത്തിരിക്കണം. ഇത് കണ്ടോ, ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ഇത്. ഈ ഉരുളിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ആ എണ്ണ മൊത്തം ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞൾ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇവ ഓരോന്നോരോന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടണം കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളേ. ഞാൻ ഈ എണ്ണ 2ാമത്തെ പ്രാവശ്യമാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ കുളിപ്പിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് നന്നായി ദേഹത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിപ്പിക്കണേ. നിങ്ങൾക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് വീട്ടിലെടുക്കാനില്ലെങ്കിൽ മഞ്ഞൾ മാത്രമോ അല്ലെങ്കിൽ ബീട്രൂട്ട് മാത്രമോ അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രമോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇത് 3 ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കാലുകളിലോ കൈകളിലോ മുഖത്തോ എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണേ. കണ്ടിന്യൂസ് തേക്കണം. അപ്പോൾ ഇത് 3ഉം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടിയിൽ പിടിക്കാത്ത വിധം നന്നായിട്ട് ഇളക്കണം. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയമെടുക്കും. ഒരു 1-2 മണിക്കൂർ എടുക്കും. ആവശ്യമുള്ളവർ ഗ്യാസിലോ അല്ലെങ്കിൽ അടുപ്പുള്ളവർ അടുപ്പിലോ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു ലോ ഫ്ലെയിമിൽ വേണം ഇതിട്ട് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താലും നന്നായിട്ട് മിക്സ് ചെയ്ത് അടുത്തൊന്നും മാറാതെ നന്നായിട്ട് ഇളക്കി ഇതിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് പാകമായി കഴിഞ്ഞ് നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കാൻ മേടിച്ചത് ആ കുപ്പിയിലോ ഇട്ട് സൂക്ഷിക്കാവുന്നതാണേ. നന്നായിട്ട് ഇളക്കി നമ്മൾ 1 ലിറ്റർ എണ്ണ എടുത്തെങ്കിൽ അതൊരു 3/4 ലിറ്റർ വരെ ഇതിൻ്റെ സത്ത് നന്നായിട്ട് ഇളകി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഈ ഒരു കളറിൽ അതായത് ഒരു ബ്രൗൺ കളറിൽ വരുന്നതാണ് ഇതിൻ്റെ പാകം. ഈ ബ്രൗൺ കളർ കാണുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ബ്രൗൺ കണ്ടതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുവേ. അതിനുശേഷം ചൂടാറി അരിച്ചെടുത്ത് ഒരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.